Bloomies! Welcome back to my channel. We are going to create a miniature bakery using super clay. സ്നീക്ക് പീക്കിൽ തന്നെ ഏകദേശം ക്ലൂ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലേ. ഫസ്റ്റ് തന്നെ നമ്മുടെ ബേക്കറി ഉണ്ടാക്കണം. ബേക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതേപോലെ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് നമ്മളൊരു ബേക്കറിയുടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ ചെറുതും വലുതായിട്ട് 2 കാർഡ്ബോർഡിൻ്റെ പീസസ് എടുക്കുക. എന്നിട്ട് ഇതിൽ കളർ പേപ്പർ ചുറ്റിക്കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പർ ഇല്ലെങ്കിൽ A4 ഷീറ്റ് എടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് ഇതേപോലെ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കെച്ചസ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ വാട്ടർ കളറോ ക്രയോൺസോ എന്താണെന്നുള്ളത് വെച്ച് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ഡിസൈൻസ് ഒക്കെ ചെയ്യാം. ബേസിക്കലി ഞാനൊരു മടിച്ച് ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര എളുപ്പ പണി ചെയ്യുന്നത്. ആ കളർ പേപ്പർ വെച്ച് കവർ ചെയ്ത നമ്മുടെ 2 കാർഡ്ബോർഡ് പീസസ് തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യണം. ഒന്ന് ഫ്ലോറും പിന്നെ ഒന്ന് ഒരു വോളും ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിവിടെ ഒട്ടിക്കാനായിട്ട് ഫ്ലെക്സ് ക്യൂക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫ്ലെക്സ് ക്യൂക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്യാം. ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഒട്ടാൻ, അതുകൊണ്ടാണ് ഞാൻ ഫ്ലെക്സ് ക്യൂക്ക് എടുത്തത്. പിന്നെ ബേക്കറി ആകുമ്പോൾ നമ്മുടെ ബേക്ക് ചെയ്ത സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു ടേബിൾ അതുപോലത്തെ എന്തെങ്കിലും സെറ്റപ്പൊക്കെ വേണം. ഞാനിവിടെ ഒരു ടേബിളും പിന്നെ ഒരു ഷെൽഫുമാണ് ഉണ്ടാക്കുന്നത്. 2 ടേബിൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നമ്മുടെ ബേക്കറിക്ക് അത്ര സ്പേസ് കുറവാണ്. ഇവിടെ ടേബിളിൽ കാലൊട്ടിക്കാനും ഞാൻ ഫ്ലെക്സ് ക്യൂക്ക് തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഈ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ ഇത് നല്ല ഡേഞ്ചറസും ആണ്. കുട്ടികളാണ് ഇത് കാണണമെങ്കിൽ നിങ്ങൾ ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ വിരലുകളോ എന്തെങ്കിലുമൊക്കെ തമ്മിൽ ഒട്ടിപ്പോവാൻ നല്ല ചാൻസ് ഉണ്ട്. അത് ഒട്ടിയാൽ തന്നെ എടുക്കാനും നല്ല പാടാണ്. അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും കണ്ണിലോ എവിടെയെങ്കിലുമൊക്കെ ഇതായിക്കഴിഞ്ഞാൽ. അപ്പോൾ കുട്ടികൾ ഇത് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ ഫെവിക്കോൾ യൂസ് ചെയ്തോളൂ. ഉപയോഗിക്കുകയാണെങ്കിൽ പാരൻസിൻ്റെ ഗൈഡൻസ് ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്തണം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബേക്കറിക്ക് ഒരു പേര് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു നെയിം ബോർഡ് സെറ്റ് ആക്കുകയാണ്. എന്ത് പേര് ഇടൂന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. ജസ്റ്റ് ബേക്കറി എന്നൊക്കെ ഇട്ടാൽ മതിയോ? പിന്നെ ഓർത്തു നമ്മുടെ ചാനലിലെ പേര് തന്നെ ഇട്ടാൽ എന്താ കുഴപ്പം? നമ്മുടെ ചാനലിലെ പേരെന്താ അത്ര മോശമാണോ? അതുകൊണ്ട് ഞാൻ നമ്മുടെ ചാനലിലെ പേര് തന്നെ ഇട്ടു. നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലിലെ പേജ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ നെയിം ബോർഡ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ബേക്കറിയിൽ ഒട്ടിക്കണം. അതൊട്ടിക്കാൻ ഞാൻ നമ്മുടെ ഫെവിക്കോൾ തന്നെയാട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ടേബിൾ ഒന്ന് പെയിന്റ് അടിച്ചെടുക്കണം. അപ്പോൾ ഒരു വുഡൻ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളർ ഇതേപോലത്തെ ഒരു ഏകദേശം വുഡിൻ്റെ കളറായിട്ടൊക്കെ തന്നെയാണ് നമ്മൾ പെയിന്റ് അടിച്ചത്. ഒരു 2 കോട്ട് അടിച്ചപ്പോൾ തന്നെ നല്ല വുഡൻ ഫിനിഷ് ആയിട്ട് തന്നെ നമ്മുടെ ഈ കാർഡ്ബോർഡ് വെച്ചുണ്ടാക്കിയ ടേബിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടേബിൾ കണ്ടാൽ നിങ്ങളും പറയും ഒരു ശരിക്കും വുഡൻ ടേബിളിൽ ഒരു മിനിയേച്ചർ വേർഷൻ ആയിട്ടുണ്ടെന്ന്. നെക്സ്റ്റ് നമ്മുടെ ബേക്കറിക്ക് വേണ്ടത് എന്താണ്? ഒരു മെനു ബോർഡാണ്. ബ്ലൂംഹഷ് ബേക്കറിയിൽ സ്പെഷ്യലായിട്ട് നമ്മൾ വിൽക്കുന്നത് കേക്ക്സ്, ഡോണറ്റ്സ്, കപ്പ് കേക്ക്സ്, ബർഗർ, പിസ്സ ഇതൊക്കെ വേണമെന്നുള്ളവർ നമ്മുടെ ബ്ലൂംഹഷ് ബേക്കറിയിലോട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ കൊടുക്കും. പക്ഷേ ഡിസ്ക്ലെയിമർ ഉണ്ട്, കഴിക്കാൻ പറ്റൂല. അപ്പോൾ നമുക്ക് ബേക്കിംഗ് സ്റ്റാർട്ട് ആക്കിയേക്കാം. ഫസ്റ്റ് ഐറ്റം കേക്കാണ്. അതുകൊണ്ട് നമ്മുടെ സൂപ്പർ ക്ലേ ഡോ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ കേക്ക് ഉണ്ടാക്കുന്നത്. നമ്മളിന്ന് സ്ട്രോബെറി ബ്ലൂബെറി കേക്കാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡെക്കറേഷൻ പരിപാടികളിലോട്ട് നമുക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇതേപോലെ ലെയേഴ്സ് വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം ലെയേഴ്സ് ആയോ ഇല്ലേ എന്നൊക്കെ. തരക്കേടില്ലാത്ത രീതിയിൽ നമ്മൾ ലെയേഴ്സ് ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബ്ലൂബെറി സ്ട്രോബെറി എന്ന് പറഞ്ഞിട്ട് സ്ട്രോബെറിയുടെ ഒരു പിങ്കിഷ് അല്ലാതെ ബ്ലൂബെറിയുടെ ഒന്നും ഇല്ലല്ലോ എന്ന്. ദേ വന്നല്ലോ ബ്ലൂബെറി. ഈ ബ്ലൂബെറി വെച്ചിട്ട് കഴിഞ്ഞിട്ടും എനിക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല. അപ്പോൾ കുറച്ചും കൂടി വയലറ്റ് കളറിലെ ക്ലേ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സോറി, ക്ലേ അല്ല, നമ്മുടെ ബ്ലൂബെറിയുടെ പീസസ്. നമ്മുടെ മെനുവിലെ ഫസ്റ്റ് ആളായിട്ടുള്ള കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കേക്ക് അങ്ങ് മാറ്റി വെച്ചേക്കാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്താണ്? മെനു ബോർഡ് നോക്കിയപ്പോൾ ഓക്കെ, ഡോണറ്റ്സ് ഉണ്ടാക്കാം. ഞാൻ 2 കുഞ്ഞ് ഡോണറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഒരെണ്ണം ഒരു മാംഗോ ഫ്ലേവറിലും പിന്നെ ഒരെണ്ണം വാനില ഫ്ലേവറിലുമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ മേളിൽ കുറച്ച് ടോപ്പിങ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സൂപ്പർ ക്ലേ ഡോ വെച്ചിട്ട് ഈ ഒരു ഡോണറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒപ്പം കിട്ടുന്ന ഒരു ടൂളില്ലേ,
അത് വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡെക്കറേഷൻസ് ഒക്കെ ഏകദേശം ഫസ്റ്റ് ഡോണറ്റ്സിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ ഡോണറ്റ്സിൻ്റെയും കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ മെനു ലിസ്റ്റിലുള്ളത് കപ്പ് കേക്ക്സ് ആണ്. അങ്ങനെ ആദ്യത്തെ കപ്പ് കേക്ക് ഉണ്ടാക്കിയപ്പോൾ തന്നെ എനിക്കിത് മതിയായി ഗൈസ്. ഈ ബേക്കറിയിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ ഉണ്ടാക്കിയത് ഈ കപ്പ് കേക്ക്സ് ആണ്. എനിക്ക് കഴിക്കാനും ഇഷ്ടമല്ല, ഇത് ഉണ്ടാക്കാനും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ സൂപ്പർ ക്ലേയുടെ ഡോ വെച്ചിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. കാണുന്ന പോലെ അത്ര എളുപ്പമല്ല ഗൈസ് ഈ ഒരു കുഞ്ഞു കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഒരു കണക്കിന് ഞാൻ ആ കേക്ക് അതിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ ക്രീം ഉണ്ടാക്കണം. ക്രീം ഉണ്ടാക്കാനാണ് ഞാൻ ഏറ്റവും പെട്ടത്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ അതിൽ നിന്ന് ഞാനൊന്ന് സ്കിപ്പാക്കി. നെക്സ്റ്റ് നമ്മൾ പീസയാണ് ഉണ്ടാക്കുന്നത്. സെക്കൻഡ് ലാസ്റ്റ് ഐറ്റമായ പീസ. ഇതുണ്ടാക്കാൻ നല്ല സിമ്പിളും ആയിരുന്നു, പിന്നെ കാണാനും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടപ്പോൾ എനിക്ക് പീസ ക്രേവിങ്സ് വന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് കഴിക്കാൻ പറ്റില്ലല്ലോ. ടോപ്പിങ്സ് ഒക്കെ ഏകദേശമൊക്കെ വെച്ച് കഴിഞ്ഞു. നമ്മുടെ പീസ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പീസ എടുത്ത് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഞാൻ പറഞ്ഞ ശരിയല്ലേ ഗൈസ്? ഇത് കണ്ടിട്ട് നിങ്ങൾക്കും പീസ ക്രേവിങ്സ് വന്നില്ലേ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ഒരടിപൊളി ഡിഷാണ് നമ്മുടെ മെനു ലിസ്റ്റിലുള്ളത്, ബർഗർ. ബർഗറാണ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. ബർഗറിന് നമ്മൾ ബൺ ഉണ്ടാക്കി, ചീസ് സ്ലൈസ് ഉണ്ടാക്കിയിട്ട് അതൊന്ന് അവിടെ സൈഡിൽ വെക്കണുണ്ട്. ഇപ്പോൾ എല്ലാം കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബണ്ണിൻ്റെ ഉള്ളിലോട്ട് വെക്കാം. അത് കഴിഞ്ഞ് ലെറ്റസ് ഉണ്ടാക്കി, പിന്നെ നമുക്ക് നെക്സ്റ്റ് ടൊമാറ്റോസ് ഉണ്ടാക്കണം, പിന്നെ ബർഗറിൻ്റെ പാറ്റിയോ ഉണ്ടാക്കണം. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബർഗർ ലെയർ ചെയ്യാം. ബർഗറിൻ്റെ മീറ്റ് പോർഷൻ എന്ത് കളർ ഉണ്ടാക്കുമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. മീറ്റിൻ്റെ ഒരു കളർ പോലെ വന്നെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ഒരു ബ്രൗണും റെഡും കൂടി മിക്സ് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം ഈ ഒരു കളറാണ് കിട്ടിയത്. ആയില്ല, എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് ലെയർ ചെയ്യാം. ഫസ്റ്റ് തന്നെ ടൊമാറ്റോസ് വെച്ചു, എന്നിട്ട് നമ്മുടെ പാറ്റി വെച്ചു. ഞാൻ താഴെ നിന്നാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ചീസ് സ്ലൈസാണ് വെക്കുന്നത്. പിന്നെ ലാസ്റ്റ് ലെറ്റസ് വെച്ചു. എന്നിട്ട് നമ്മുടെ ബർഗറിൻ്റെ ബണ്ണ് മേട്ടിൽ വെച്ചിട്ട് കഴിഞ്ഞു ബർഗർ. അപ്പോൾ നമ്മുടെ ബേക്കറിയിലെ മെനു ലിസ്റ്റ് എല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ഷെൽഫിലും ടേബിളിലൊക്കെ ആയിട്ട് വെക്കാം. മേളത്തെ ഷെൽഫിൽ നമ്മുടെ ഡോണറ്റ്സ്, കേക്ക്സ്, പിന്നെ നമ്മുടെ കപ്പ് കേക്ക്സ്, ഇതാണ് ഞാൻ വെക്കുന്നത്. കപ്പ് കേക്ക്സ് അല്ല, കപ്പ് കേക്കാണേ. സത്യത്തിൽ ഞാൻ കപ്പ് കേക്ക്സ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരെണ്ണം ഉണ്ടാക്കി വന്നപ്പോൾ തന്നെ എനിക്കിത് മടുത്ത്. അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണത്തിൽ നിർത്തിയത്. താഴത്തെ ടേബിളിൽ നമ്മുടെ പീസ ആൻഡ് ബർഗറും വെച്ച് അങ്ങനെ നമ്മുടെ ബേക്കറിയിൽ ആർക്ക് വേണേലും ഇനി വന്ന് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കണം. അപ്പോൾ നിങ്ങൾ എന്താണ് ഓർഡർ ചെയ്യാൻ പോകുന്നതെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബേക്കറിക്ക് കുറച്ചുകൂടി ലുക്കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ ഒരു മാറ്റ് വിരിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതും കൂടാതെ ഒരു ചെടിച്ചട്ടിയും കൂടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത തീം എന്തായിരിക്കണമെന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ ചെയ്യൂലേ? ചെടിച്ചട്ടി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി അതിൽ വെക്കാനായിട്ട് മണ്ണും പൂവും ചെടിയൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്കറിയാം ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പോലത്തെ ഒരു പൂവാണ്. അപ്പോൾ ഈ പൂവും വെച്ച് ഞാൻ ഈ ഒരു ചെടിച്ചട്ടി വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ചെടിച്ചട്ടി കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ ഗൈസ്? പറയണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന്. ഇനി ഇതെടുത്തിട്ട് നമ്മൾ നമ്മുടെ ഷെൽഫിലെടുത്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ബേക്കറിയുടെ ഫൈനൽ ലുക്ക് കഴിഞ്ഞു. ഇനി ഇനോഗ്രേഷനാണ്. ഇനോഗ്രേഷന് നിങ്ങൾ ആരായിരിക്കും ആദ്യം ഇവിടെ വന്ന് സാധനം മേടിക്കുക? ഈ ബ്ലൂം ഹഷ് ബേക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് നമുക്ക് പിന്നെ കാണാം. ബായ്.